കൊടുങ്ങല്ലൂര് വളരെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് തൊഴേണ്ടി വന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഏകദേശം ഒരു 8 മണിയോടുകൂടി നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ചെന്നിട്ട് തൊഴാൻ വേണ്ടി ഡയറക്റ്റ് അങ്ങോട്ട് ഇന്ന് തൊഴാൻ പറ്റില്ലെന്നും 8ന്റെ പണി കിട്ടിയെന്നും എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. കാരണം ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ക്യൂ നിൽക്കാതെ നമ്മൾ അവിടെ എത്തില്ല. താമസിച്ചെത്തിയവരൊക്കെ താമസിച്ച് കണ്ടാൽ മതി എന്നായിരിക്കാം ദേവിയുടെ ഒരു തീരുമാനം. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ പല ആൾക്കാരുടെയും പല കഥകളും പലതരം മിത്തുകളും കേൾക്കേണ്ടി വന്നു. അതിന്ന് പല അഭിപ്രായങ്ങളായതുകൊണ്ട് തന്നെ വേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കേണ്ട, അത്രേ ഉള്ളൂ. അവിടെ അതല്ലാതെ വേറെ കുറെ ആചാരങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. എന്താ സംഭവം എന്നൊന്നും എനിക്കിത് വിവരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആമ പോകുന്നതിലും സ്പീഡ് കുറഞ്ഞ് പോകുന്നൊരു ക്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 11:30 ആയപ്പോൾ ദേവിയെ കണ്ടു ഇറങ്ങി. അപ്പോഴത്തേക്കും വിശപ്പിന്റെ വിളി വന്നു. പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കരുതി. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ചെടികള്, പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റോറുകള്, പിന്നെ കുറേ ഡ്രസ്സ്, അങ്ങനെ കുറേ കടകൾ. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങള്, പിന്നെ ലേഡീസിന്റെ വള, മാല, അങ്ങനെ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഇവർക്ക് ഒരുപാട് കച്ചവടം ഇതുവഴി കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ല, ഉണ്ട്, ശരിക്കും ഇവർക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫേസ് എടുക്കരുത്, കാരണം ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചത്. പക്ഷെ ഈ നിൽക്കുന്ന ചേട്ടൻ എന്നെ എടുത്തോളൂ, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, എന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ വെറുതെ ചുറ്റുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് അവിടെ ജോലി കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. പിന്നെ ആകെ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ അവിടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിയോട് കൂടി മകരവിളക്ക് തെളിയുന്ന ആ സമയത്ത് ഇവിടെ വിളക്ക് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് കത്തിക്കുന്നതാണ്. വിളക്ക് കത്തിക്കുക. അപ്പം അത് കാണുന്നത് ഒരു ഐശ്വര്യമാണ്, അനുഗ്രഹമാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. പിന്നെ അവസാനം വെടിക്കെട്ടും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോസ് ഒക്കെ എടുത്തു.